ഈ ട്രക്കിൽ കണ്ടോ, ഇത് എനിക്കൊന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ആരോ മൂവ് ചെയ്യാമെന്ന് തോന്നേ. ഇവിടെ ട്രക്ക് ഭയങ്കര പോപ്പുലർ ആട്ടോ യു എസിൽ എനിക്കൊന്ന് ഇവിടുത്തുകാരുടെ ഒരു മെയിൻ പോപ്പുലർ, എനിക്കൊന്ന് ഏറ്റവും പോപ്പുലർ റീസെൻ്റ്ലി വരെ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മോഡൽ വയ്യങ്ങാണ്ടായെന്ന് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്തിട്ടുള്ള കാർ ഓർ ലൈക്ക് ഓട്ടോമൊബൈൽ അല്ലേ, അതൊരു ഫോർഡിൻ്റെ F-150 എന്ന് പറയുന്ന ഒരു ട്രക്കായിരുന്നു. എന്നാലും എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ആൾക്കാർ മേടിക്കുന്ന ഒരു സാധനം ട്രക്കാണ് അല്ലേ. എന്തേലും ടൈപ്പ് ട്രക്കുകളാണ് അത്. ടൊയോട്ടേൻ്റെ ട്രക്കാണ്, ടക്കോമ എന്ന് പറയും. പിന്നെ നോക്കാം, ഫുൾ ഇഷ്ടംപോലെ ട്രക്ക് ടൈപ്പ് വെഹിക്കിൾസ് ഉണ്ട് ഇവിടെ. ആൾക്കാർക്ക് ഈ വലിയ വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ ട്രക്കിൽ തന്നെ എനിക്ക് തോന്നുന്നു അതിൽ 5 പേർക്ക് ഇരിക്കാം, ഓരോ മോസ്റ്റ് ഓഫ് ദി ട്രക്സിൽ. ഇപ്പം നോർമലി ജനറൽ നമ്മുടെ ഇപ്പം ഈ കാറിൻ്റെയൊക്കെ ഒരു അത്ര ആൾക്കാർക്ക് ഇരിക്കാം. പിന്നെ ബാക്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ, നമ്മളിപ്പോൾ ഈ ട്രങ്കിൽ, നമ്മുടെ ഇവിടുത്തെ ഡിക്കിക്ക് ട്രങ്ക് എന്നാണ് പറയുക അമേരിക്കയിൽ. അപ്പോൾ ട്രങ്കിലൊക്കെ എന്തെങ്കിലും വെക്കണമെങ്കിൽ ഭയങ്കര കഷ്ടമല്ലേ. നമ്മുടെ ഇപ്പം ഈ സിഡാനിലൊക്കെ നമ്മളത് ഓപ്പൺ ചെയ്ത് എല്ലാം ശരിക്കും പാക്ക് ചെയ്യണ്ടേ കറക്റ്റ്. ഇപ്പോൾ ട്രക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതങ്ങ് എന്താന്ന് പറഞ്ഞാൽ എടുത്തിട്ടിട്ട് അങ്ങ് പോവാം. എനിക്കും ഇഷ്ടമാണ് ശരിക്കും ട്രക്ക്. പക്ഷെ നമുക്കൊരു മെയിൻ, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ട്രക്കൊക്കെ കുറച്ച് കാലം മേടിക്കണം എന്നൊക്കെ. പക്ഷെ ഇപ്പം എനിക്ക് ഈ വണ്ടി വൺസ് എനിക്ക് തോന്നുന്നത് കുറച്ചൊരു വണ്ടിയായിട്ട് ഭയങ്കര യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാണ് നമ്മളതിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ. അതിപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ കേസും അങ്ങനെയല്ലേ അല്ലേ. നമ്മളിപ്പോൾ ഒരു ഫോണ് ഭയങ്കര യൂസ്ഡ് ആയി നമുക്കങ്ങനെ മാറാൻ പറ്റില്ലല്ലോ പെട്ടെന്ന്. അത് കണ്ടില്ലേ, ഒരു ട്രെയിലർ പോലെ ഒരു SUV-ൽ ചെയ്യുന്നത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ മൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അതൊക്കെ ഭയങ്കര കോമൺ ആണ് ഇവിടെ. അതിനെനിക്ക് തോന്നുന്നു എക്സ്ട്രാ അങ്ങനെ ലൈസൻസോ അങ്ങനെയൊന്നും വേണ്ടാന്ന് തോന്നേ. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല ഇവിടെ. നമ്മുടെ ഡ്രൈവേഴ്സ് ലൈസൻസ് വെച്ചാൽ അത്യാവശ്യം വലിയ ട്രക്ക് വരെ നമുക്ക് ഓടിക്കാം. എക്സെപ്റ്റ് എനിക്ക് തോന്നുന്നത് വലിയ സാധനമില്ലേ, ഈ സെമായി ട്രക്ക് എന്നൊക്കെ പറഞ്ഞേ, ഈ വലിയ കണ്ടെയ്നറൊക്കെ കൊണ്ടുപോകുന്നത്, അങ്ങനത്തെ ഓടിക്കാൻ പറ്റില്ല. പക്ഷേ ജനറൽ ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസ് ട്രക്ക് വരെ നമ്മുടെ നോർമൽ ലൈസൻസ് വെച്ച് ഓടിക്കാൻ പറ്റും. അത് നല്ല അഡ്വാൻറ്റേജാണ്. അപ്പോൾ നമുക്കിപ്പം ഒരു വീടൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ്ലി പോയി ട്രക്ക് അങ്ങ് റെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രക്ക് റെൻറ്റ് ഡ്രൈവറിനെയോ ഒന്നും ആവശ്യമില്ല. പിന്നെ അതിൻ്റെ ഇൻഷുറൻസ് ഒക്കെ എടുക്കേണ്ടി വരും. അതിൻ്റെ റിസ്ക്കുകളും ഉണ്ട് കേട്ടോ. നമ്മളിപ്പം ഈ വണ്ടി ഓടിക്കുന്ന പോലെ അല്ലല്ലോ ട്രക്ക്. അപ്പോൾ അത് നമ്മൾ ഹൈവേ കൂടെയൊക്കെ ഓടിക്കുമ്പോഴും, ഞാൻ ഓരോ പ്രാവശ്യം വലിയത് ഓടിച്ചിട്ടുണ്ട്. വലിയൊരു മീഡിയം സൈസ് ട്രക്ക് ഞങ്ങൾ ആദ്യം മിൽപിറ്റാസ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് ഡബ്ലിനിലോട്ട് മൂവ് ചെയ്തപ്പം ഒരു ട്രക്കിൽ ആ സാധനമൊക്കെ വെച്ച് അന്ന് എനിക്കൊന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഡ്രൈവ് ചെയ്ത്. അത്യാവശ്യം ചലഞ്ചിങ് ആയിരുന്നു. കാരണം നമ്മൾ ഈ ഫ്രീ വേ കൂടെ ഒക്കെ ഓടിക്കുമ്പോഴത്തേനെ കുറേ വിൻഡ് ബ്ലാസ്റ്റ് ഒക്കെ വരും. വിൻഡൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ കാറൊന്നും ഓടിക്കുന്ന പോലെ അല്ല. അത്